നമുക്ക് പൈത്തണിൽ ലഭിക്കുന്ന വിവിധ ഡേറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. അതാണ് സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് കാണുന്നത്. നണ്ണ്, ന്യൂമാറ്റിക്, ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്, സ്ട്രിങ്, റേഞ്ച്, ഡിഷ് എന്നിങ്ങനെ 8 തരം ഡേറ്റ ടൈപ്പുകളാണുള്ളത്. അതിൽ ഇപ്പം നണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വേരിയബിൾ എടുത്തു, വി എന്നൊരു വേരിയബിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല എങ്കിൽ അതിന് പറയുന്ന പേരാണ് നൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നുമില്ല, ഇതിനെ നണ്ണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതാണ് ന്യൂമാറ്റിക്സ്. ഇപ്പോൾ ഞാനൊരു വേരിയബിൾ എടുത്ത് n = 5 എന്ന് കൊടുത്തു. ഇനി എന്നെ നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. ഇനി അതിൻ്റെ ടൈപ്പ് അറിയണമെങ്കിൽ ടൈപ്പ് ഓഫ് n എന്ന് കൊടുത്താൽ മതി. ടൈപ്പ് ഓഫ് n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏത് ടൈപ്പാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഇൻ്റാണ്. ഈ ഇൻ്റ് എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. ന്യൂമാറ്റിക്സ് എന്ന ഡേറ്റ ടൈപ്പിലെ ഒരു സബ്ബാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഞാൻ വേറൊരു വാല്യൂ കൊടുത്തു, n = 5.6 എന്ന് കൊടുത്തു. ഇനി അതിൻ്റെ ടൈപ്പ് അറിയണമെങ്കിൽ ടൈപ്പ് ഓഫ് n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫ്ലോട്ടാണ്. അത് നമുക്കറിയാൻ പറ്റും ന്യൂമാറ്റിക്സിലെ ഒരു സബ്ബായിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. n എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 5.6 ആണ് കിട്ടുന്നത്. ഇനി ഇതിനകത്ത് ഇൻറ്റിജർ പാർട്ട്, അതായത് 5 എനിക്ക് വേറൊരു വേരിയബിളിലോട്ട് കൊടുക്കണം. ഉദാഹരണത്തിന് b എന്ന വേരിയബിളിലോട്ടാണ് എനിക്ക് 5 എന്ന് കൊടുക്കുന്നത്. b = int ഓഫ് n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ n എന്നുള്ള സംഖ്യയിലെ ഇൻറ്റിജർ പാർട്ട് മാത്രം ബിയിലോട്ട് മാറും. അതായത് b ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നത് 5 ആയിരിക്കും. അതിൻ്റെ ടൈപ്പ് പറയുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് b കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇൻ്റാണ്. ഇനി നമുക്ക് k എന്ന ഒരു വേരിയബിൾ എടുക്കുക. k = അതിന് നമുക്ക് ഈ ഇപ്പോൾ കിട്ടിയ ബിയെ നമുക്ക് ഫ്ലോട്ട് ആക്കണം. അപ്പോൾ ഫ്ലോട്ട് ഓഫ് b എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്ലോട്ടിംഗ് വാല്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി k അടിച്ചു കൊടുത്താൽ 5.0 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂമാറ്റിക്സിനെ ഇൻറ്റിജറെ ഫ്ലോട്ടിനെ ഇൻറ്റിജറൊക്കെ ആക്കാനായിട്ട് ഈ വഴിയിലൂടെ സാധിക്കുന്നതാണ്. ഇനി അടുത്താണ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ. കോംപ്ലക്സിൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c = a+bi എന്നുള്ളതാണ്. bi അല്ലെങ്കിൽ bj എന്നുള്ളൊരു ഫോമാണ്. bi അല്ലെങ്കിൽ bj അല്ലെങ്കിൽ bk എന്നുള്ള ഫോമാണ് ഈ കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് i അല്ലെങ്കിൽ j അല്ലെങ്കിൽ k എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് √−1 എന്നുള്ള ഒരു സംഖ്യയാണ്. √−1. അപ്പോൾ a+bi, ഐക്ക് പകരം ജയോ കെ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ സിക്ക് ഉദാഹരണത്തിന് 4+6j എന്ന് കൊടുക്കുകയാണ്. ഇനി ഇത് സി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4+6j ആണ്. ഇതിൻ്റെ ടൈപ്പ് നോക്കി കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് സി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കോംപ്ലക്സ് എന്നുള്ള ന്യൂമാറ്റിക്സിനകത്ത് മറ്റൊരു സബ്ബായിട്ടുള്ള ഡേറ്റ ടൈപ്പാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റെ ഫ്ലോട്ട് കോംപ്ലക്സ് എന്ന് പിടിച്ചു. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഏതൊക്കെ വേരിയബിളിൽ ഏതൊക്കെ വാല്യൂസാണ് കിടക്കുന്നതെന്ന് അറിയാട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. n, പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന k, ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് വേറൊരു വാല്യൂ c. ഇതൊക്കെ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് ഇതുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ വേരിയബിളിൽ ഏതൊക്കെ വാല്യൂസാണ് കൊടുക്കുന്നത് നമുക്ക് ഇങ്ങനെ അറിയാനായിട്ട് സാധിക്കും. n 5.6, k = 5 എന്ന് കിട്ടി. ഇനി ഞാൻ n-ന് മറ്റൊരു വാല്യൂ കൊടുക്കുന്നത് n = 6 എന്ന് കൊടുത്തു. kക്ക് ഞാൻ വേറൊരു വാല്യൂ കൊടുത്തു. k = ഒരു 4 എന്ന് കൊടുത്തു. ഇനി എനിക്ക് ഈ n-ഉം k ഉപയോഗിച്ചുകൊണ്ട് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടാക്കണം. അത് ഞാൻ z എന്നുള്ള ഒരു വേരിയബിളിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേരിയബിളാണ് കോംപ്ലക്സ് ഓഫ്. ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്? n, k എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് z കിട്ടി. ഇനി നമുക്ക് z എത്രയാണെന്ന് കാണണമെങ്കിൽ z = 6 + 4j എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ടൈപ്പ് ഇത് കാണുമ്പോൾ തന്നെ അറിയാത് കോംപ്ലക്സ് ആണെന്ന്. അപ്പോൾ അതിൻ്റെ ടൈപ്പ് ഓഫ് z കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കോംപ്ലക്സ് ആയിട്ട് കിട്ടും. ഇനി അടുത്ത ഒരു ടൈപ്പാണ് ബൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂളിയൻ എന്നാണ്. സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്നതാണ് ബൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ n എത്രയാണ്, k എത്രയാണ് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ വാല്യൂ n എന്ന് പറഞ്ഞാൽ 6, k എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ z = n <k എന്ന് കൊടുത്തു. ഇനി ഇസഡിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ഫോൾസ് ആണ്. ഇസഡ് ഇവിടെ ഫോൾസ് ആയതുകൊണ്ട് തന്നെ ഇത്തരം ടൈപ്പിന് പറയുന്ന പേരാണ് ബൂളിയൻ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ബൂളായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ടൈപ്പ് നോക്കാം. ടൈപ്പ് ഓഫ് ഇസഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് ബൂളായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻ്റെ ഫ്ലോട്ട് കോംപ്ലക്സ് ബൂൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ലിസ്റ്റ് തൊട്ട് ലിസ്റ്റ്, ടപ്പിള്, സെറ്റ്, സ്ട്രിങ്, റേഞ്ച്
ഇവയെല്ലാം ഒരു സീക്വൻസിൽ പെടുന്നതാണ്. ഇപ്പോൾ നമുക്കതിനകത്ത് ലിസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എ എന്നൊരു വേരിയബിളിലോട്ട് കുറേ നമ്പറുകൾ സ്ക്വയർ ബ്രാക്കറ്റിൽ അടിച്ചു നോക്കുകയാണ്. 25, 35, 46. ഇപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് നമ്മൾ കൊടുത്തു. ഇനി എ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 25, 35, 46 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈപ്പ് അറിയണമെങ്കിൽ ടൈപ്പ് ഓഫ് എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏത് ടൈപ്പാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലിസ്റ്റ് എന്നുള്ള ആണ്. അതായത് ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ചെയ്തിരുന്നു. എ എന്ന വേരിയബിളിലോട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡേറ്റാസ് കൊടുക്കുന്ന എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ടൈപ്പ് ഏതാണെന്നാണ് ഞാൻ അറിയുന്നത്. അത് ലിസ്റ്റിലാണ് പെടുന്നത്. എ ഈക്വൽ ടു ഞാൻ വേറെ കുറേ നമ്പറുകൾ കള്ളി ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. കള്ളി ബ്രാക്കറ്റിനകത്ത് 24, 25, 36 എന്നിട്ട് കള്ളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി എ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 24, 25, 36 എന്നുള്ളതാണ്. ഇനി അതിന് ടൈപ്പ് ആണെങ്കിൽ ടൈപ്പ് ഓഫ് എ കൊടുക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സെറ്റ് എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതാണ് സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇനി അടുത്തത് എ ഈക്വൽ ടു 25, 25, 36, 45 എന്നീ നമ്പറുകൾ ഞാൻ കൊടുത്തു. ഇനി എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 25, 36, 45. അപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റ് നോക്കുക. ഇത് റൗണ്ട് ബ്രാക്കറ്റാണ്. അപ്പോൾ ഈ റൗണ്ട് ബ്രാക്കറ്റിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ടൈപ്പ് എന്താണെന്ന് നോക്കാം. ടൈപ്പ് ഓഫ് എ നമുക്ക് ഇപ്പോൾ നോക്കാം. അത് നമുക്ക് കിട്ടുന്നത് ടപ്പിളായിട്ടാണ് കിട്ടുന്നത്. സെറ്റ്, ലിസ്റ്റ്, ടപ്പിൾ ഇവയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ടുണ്ടായിരുന്നതാണ്. വേണ്ടവർക്ക് ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഇനി അടുത്താണ് സ്ട്രിങ് എന്താണെന്ന് ഞാൻ ആദ്യ ക്ലാസ് മുതൽ പറയുന്നതാണ്. ഒരു വേരിയബിളിലോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ലെറ്ററോ അക്ഷരങ്ങളോ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് സ്ട്രിങ്. ഇപ്പോൾ അത് നമുക്ക് ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ കൊടുക്കാം. എ ഈക്വൽ ടു ജെയിംസ് നമ്മൾ കൊടുത്തു, എൻ്റർ ചെയ്തു. ഇനി എ എന്താണെന്ന് അറിയണമെങ്കിൽ ജെയിംസ്. ഇനി നമുക്ക് എയുടെ ടൈപ്പ് അറിയണമെങ്കിൽ ടൈപ്പ് ഓഫ് എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്ട്രിങ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മറ്റ് ലാംഗ്വേജുകളിൽ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ക്യാരക്ടറുണ്ട്. അതായത് എയ്ക്ക് ഒറ്റ ക്യാരക്ടർ കൊടുക്കണം. എ ഈക്വൽ ടു എം എന്നൊരു ലെറ്റർ കൊടുക്കണമെങ്കിൽ അതിന് നമ്മൾ സാധാരണ ക്യാരക്ടറായിട്ടാണ് എഴുതുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഒറ്റ ലെറ്റർ കൊടുത്തു. ഇനി അതിന് ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ സ്ട്രിങ് ആയിട്ട് കിട്ടുന്നത്. അതായത് നമുക്കിവിടെ ക്യാരക്ടർ എന്നും പറഞ്ഞ് ഒരു ഡാറ്റ ടൈപ്പ് പൈത്തണിലില്ല. അത് സ്ട്രിങ് ആയിട്ട് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് പൈത്തണിൻ്റെ ഒരു പ്രത്യേകത. ഇനി അടുത്തൊരു ഡാറ്റ ടൈപ്പാണ് റേഞ്ച്. അപ്പോൾ ഞാനിപ്പോൾ റേഞ്ച് എന്ന് കൊടുക്കുകയാണ്. റേഞ്ച് ഓഫ് എനിക്ക് 0 to 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 to 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 എന്ന് കിട്ടി. ഇതിനകത്ത് ഏതൊക്കെ സംഖ്യകളാണ് കൊടുത്തിരിക്കുന്നത്? അതായത് ആദ്യത്തെ 10 അക്കങ്ങളാണ് കിട്ടുന്നത്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ ആദ്യം എന്നത് പറയുന്നത് 0ആണ്. അങ്ങനെയാണെങ്കിൽ 0 തൊട്ട് 9 വരെയുള്ള നമ്പറുകളാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെ എടുക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ അതിനുപയോഗിക്കുന്ന കോഡാണ് ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് 10. നോക്കുക, 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അതായത് ആദ്യത്തെ 10 നമ്പർ നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. ഇത്തരം റേഞ്ചുകൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ലൂപ്പുകളിലാണ്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ഇങ്ങനെയുള്ള ലൂപ്പുകളിലൊക്കെയാണ് ഈ റേഞ്ച് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ഇനി നമുക്ക് ഇതിനകത്ത് 0 തൊട്ട് അല്ലെങ്കിൽ 2 തൊട്ട് 10 വരെയുള്ളതിനകത്ത് 2, 4, 6, 8 എന്നിങ്ങനെയുള്ള നമ്പറുകളാണ് കിട്ടുന്നതെങ്കിൽ അതിനെ കൊടുക്കേണ്ടത് റേഞ്ച്. നമുക്ക് തുടങ്ങേണ്ടത് എവിടെയാണ്? 2ലാണ് തുടങ്ങേണ്ടത്. എവിടെ വരെ പോകണം? 10 വരെയുള്ള റേഞ്ചാണ് പോകേണ്ടത്. അതിനകത്ത് കൊടുക്കേണ്ടത് 2, 4, 6, 8 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റേഞ്ച് 2, 10, 2 എന്നാണ്. ഇനി നമുക്ക് അതിനകത്ത് ലിസ്റ്റ് കിട്ടണമെങ്കിൽ ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് 2, 10, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ലിസ്റ്റ് കിട്ടുന്നതാണ്. 2, 4, 6, 8 നമുക്ക് ലിസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ ഇതിനകത്ത് നിന്ന് റേഞ്ച് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് റേഞ്ചിൻ്റെ പ്രത്യേകതകൾ. ഇനി അടുത്താണ് ഡിക്ഷണറി അല്ലെങ്കിൽ മാപ്പിംഗ്. ഇപ്പോൾ ഞാനിവിടെ ഒരു സെറ്റ് ഉണ്ടാക്കുകയാണ്. ഡി എന്നൊരു സെറ്റ് ഉണ്ടാക്കുകയാണ്. അതിപ്പോൾ
മൊബൈൽ ഫോൺ ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കണം. അപ്പോൾ കള്ളി ബ്രേക്കിനകത്താണ് നമ്മൾ സെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്. സാംസങ് കോമ ഐഫോണ് കോമ OnePlus. അപ്പോൾ ഇത്തരം ഫോണുകളാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നമുക്കൊരു സെറ്റായിട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു സെറ്റാണ്. ഇപ്പോൾ നവീൻ്റെ കയ്യിലുള്ളത് സാംസങ്ങും, രാഹുലിൻ്റെ കയ്യിലുള്ളത് ഐഫോണും, കിരണിൻ്റെ ഉള്ളത് OnePlus ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നവീൻ്റെ കയ്യിലുള്ളത് സാംസങ് ആണെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കീ എന്നുള്ള പോർഷൻ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു കീ കൊടുക്കാം. ഇപ്പോൾ നവീൻ എന്നുള്ളത് ഒരു കീ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡബിളിലോ സിംഗിളിലോ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഡബിൾ ഇൻവേർട്സ് കോമയിലാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. നവീൻ കീ കൊടുത്തു. രാഹുൽ, അപ്പോൾ രാഹുൽ ഉപയോഗിക്കുന്ന ഐഫോണാണെന്ന് വിചാരിക്കുക. അപ്പോൾ രാഹുൽ എന്നുള്ളത് ഒരു കീ ആയിട്ട് കൊടുക്കുന്നു. ഇനി അടുത്തത് കിരണാണുള്ളത്. അപ്പോൾ കിരൺ എന്നുള്ളത് ഞാനൊരു കീ ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു മാപ്പിംഗ് അല്ലെ ഡിക്ഷണറി ആയി. ഇപ്പോൾ നവീൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ സാംസങ് ആണെന്നും രാഹുലിൻ്റെ കയ്യിലുള്ളത് ഐഫോൺ ആണെന്നും കിരണിൻ്റെ കയ്യിലുള്ളത് OnePlus ആണെന്നും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനകത്ത് കീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള വഴിയാണ് d.keys. അതിനകത്ത് കീസ് ഏതൊക്കെയാണെന്ന് കീസ് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കീസ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. നോക്കുക, അതിനകത്ത് കീസ് നവീൻസ്, രാഹുൽ, കിരണൊക്കെയാണ്. അതിനകത്ത് ഇനി വാല്യൂസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ d.values എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വാല്യൂസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് സാംസങ്, ഐഫോൺ, OnePlus ഒക്കെയാണ്. ഇനി ഇതിനകത്ത് കിരണിൻ്റെ ഏതാണ് ഇരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് കാണിക്കാം? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. സ്ക്വയർ ബ്രാക്കറ്റിനകത്താണെങ്കിൽ കിരൺ കൊടുത്താൽ മതി. കിരൺ സ്ക്വയർ ബ്രാക്കറ്റിനകത്തിട്ട് കിരൺ കൊടുത്തു കഴിഞ്ഞാൽ, അത് കള്ളി ബ്രാക്കറ്റായി പോയി. കിരൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഇവിടുത്തെ പ്രശ്നം കിരൺ എന്നുള്ളത് നമ്മൾ സ്ട്രിങ് ആയിട്ട് കൊടുത്തില്ല, അതാണ് പ്രശ്നം. അതായത് ഡബിൾ ഇൻവേർട്സ് കോമയിലോ സിംഗിൾ ഇൻവേർട്സ് കോമയിലോ കൊടുത്തില്ല. അപ്പോൾ ഞാനത് കൊടുക്കുകയാണ്. സ്ക്വയർ ബ്രാക്കറ്റിൽ കിരൺ കൊടുക്കുക. കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന OnePlus, കണ്ട കിരണിന് കിട്ടിയിരിക്കുന്ന OnePlus ആണ്. അപ്പോൾ നമുക്കിങ്ങനെ മാപ്പിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡിക്ഷണറി എന്നുള്ള ഈ ഡേറ്റ ടൈപ്പിന് നമ്മൾ മാപ്പിംഗ് എന്നും നമ്മൾ പറയാറുണ്ട്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം.